പതിവ് പോലെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകളിലേക്ക് സാദരം സ്വാഗതം. അങ്ങനെ ലോ കോളേജിലെ സമരത്തിന് ഒരു ചെറിയ ക്ലൈമാക്സ് ആയിരിക്കുകയാണ്. ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് വഴങ്ങിയത്രേ. അങ്ങനെ പ്രധാന സമരക്കാരായ SFI സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ബാക്കി സമരക്കാരെ അനാഥരെ പോലെ പെരുവഴിയിൽ ഉപേക്ഷിച്ചാണ് മാനേജ്മെന്റ് തീരുമാനങ്ങളെല്ലാം കൈക്കൊണ്ടത്. എന്തായാലും നമുക്ക് അക്കാദമിയിലേക്ക് വരാം. എന്ത് വന്നാലും അക്കാദമി കസേര ഒഴിയില്ല എന്ന് കട്ടായം പറഞ്ഞിരുന്ന പ്രിൻസിപ്പാളിന് ഒടുവിൽ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നുപോലും. അങ്ങനെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ കട്ടായം പറഞ്ഞതോടെ സമരം അടുപ്പിൽ കിടന്നു വെന്തു. കൂടുതൽ വെന്ത് തൂവുന്നതിന് മുൻപ് വാങ്ങി വച്ചില്ലെങ്കിൽ സംഗതി കുളമാകുമെന്ന് ഒടുവിൽ മാനേജ്മെന്റിനും മനസ്സിലായി. സമരക്കാർ കട്ടക്കരിപ്പിൽ നിന്നതുകൊണ്ടാണ് ഈ തൊന്തരവൊക്കെ ഉണ്ടായത്. പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് പകരം വൈസ് പ്രിൻസിപ്പാൾ മാധവൻ പൂറ്റിയെ പ്രിൻസിപ്പാളിന്റെ ചുമതല കൊടുക്കാൻ തീരുമാനിച്ചു. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഒരുപോലെ സമരം ചെയ്താണ് കാര്യങ്ങളെ വെടിപ്പാക്കിയത്. ചേരുവകളെല്ലാം ആവശ്യാനുസരണം കൃത്യമായി ചേർത്തതുകൊണ്ടാണ് സമരക്കാർക്ക് ഇത്ര നല്ല പഞ്ച് കിട്ടി. അതോടൊപ്പം തന്നെ 5 വർഷത്തേക്ക് ഈ സ്ഥാപനത്തിൽ, കുറഞ്ഞത് 5 വർഷത്തേക്ക് ഈ സ്ഥാപനത്തിൽ ഫാക്കൽറ്റി ആയിട്ട് പോലും ലക്ഷ്മി നായർ വരില്ല എന്ന ഉറപ്പും SFI സമരത്തിന്റെ ഭാഗമായി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടികൾ സമരം ചെയ്ത് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ ഇടയ്ക്ക് കയറി സമരം കട്ടുതിന്നാനും ചില ആളുകൾ മുതിർന്നു. അവർ നിരാഹാരം കിടന്നും മറ്റുമാണ് അത് സാധിച്ചത്. തീർച്ചയായും അതൊരു നല്ല തീരുമാനമായിട്ട് തന്നെയാണ് SFI കാണുന്നത്. കാരണം ഇവിടെ ലക്ഷ്മി നായരെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ മാനേജ്മെന്റ് നിർബന്ധിക്കപ്പെട്ടു. അവർ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. ഫാക്കൽറ്റി ആയിട്ട് പോലും ഈ സ്ഥാപനത്തിലേക്ക് ചുരുങ്ങിയത് 5 വർഷത്തേക്ക് ലക്ഷ്മി നായർ വരില്ല എന്ന ഉറപ്പ് ഞങ്ങൾ എഴുതി ഇതിന്റെ അടിസ്ഥാനത്തിൽ വാങ്ങിച്ചിരിക്കുകയാണ്. 17 ആവശ്യങ്ങളാണ് ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ മാനേജ്മെന്റ് അംഗീകരിക്കുകയും ഞങ്ങൾക്ക് ഒപ്പിട്ട് തരികയും ചെയ്തത്. ഈ സമരം വിജയമായി തന്നെയാണ് SFI കാണുന്നത്. ഇവിടെ ലക്ഷ്മി നായർ എന്ന് പറയുന്ന പ്രിൻസിപ്പാളിനെ ഒഴിവാക്കാനും അതുപോലെ തന്നെ 5 വർഷത്തേക്ക് അവർ ഫാക്കൽറ്റിയായി വരാതിൽ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഇവിടുത്തെ മുദ്രാവാക്യങ്ങളെല്ലാം, വിദ്യാർത്ഥികൾ ന്യായമായി വെച്ച മുദ്രാവാക്യങ്ങളെല്ലാം ഇവിടെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരം, SFI നടത്തിയ ഈ സമരത്തെ പൂർണ്ണ വിജയമായി ഞങ്ങൾ കാണുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ലോ അക്കാദമിയിൽ കഴിഞ്ഞ 20 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരം അവസാനിപ്പിക്കാനും SFI തീരുമാനിച്ചിരിക്കുന്നു. കുട്ടികളുടെ സമരം ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചവരെ മൂലക്കിരുത്തിയാണ് സമരത്തിന് ക്ലൈമാക്സ് ആയിരിക്കുന്നത്. പ്രിൻസിപ്പൽ മാറണം എന്നതായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. അങ്ങനെ ഒടുവിൽ പ്രിൻസിപ്പാളിനെ മാറ്റി. SFIയെ വിളിച്ച് മാനേജ്മെന്റ് അക്കാര്യം പറഞ്ഞു. ഇതിനു വേണ്ടി നിരാഹാരം കിടന്ന പാവം V മുരളീധരൻജിയെ മൈൻഡ് ചെയ്തു പോലുമില്ല. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാൻപഴം SFI കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ള സമരമായതുകൊണ്ട് അതിന്റെ വിജയം കണ്ടെത്തുന്നതുവരെ ഈ സമരം മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. സ്വാർത്ഥ താല്പര്യം, ആ സ്വാർത്ഥ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അവർ SFIയെ വിലയ്ക്ക് വാങ്ങി അവരുമായി ചർച്ച ചെയ്തു. നാളിതുവരെ ഇത്രയും നാളും ഇവിടെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് സഹോദര വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ആ വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ഒരുമിച്ച് പോകാനുള്ള സാമാന്യ മര്യാദയെങ്കിലും ഈ SFI കാട്ടേണ്ടത് അത് കാണിച്ചില്ല. ലക്ഷ്മി നായരെ മാറ്റിയത് അംഗീകരിക്കില്ല. ഒരിക്കൽ കൂടി പ്രിൻസിപ്പാളാക്കി തങ്ങളോടുകൂടി പറഞ്ഞ് ഒരിക്കൽ കൂടി മാറണം എന്നതുപോലെയാണ് BJP ആവശ്യപ്പെടുന്നത്. എന്തു പറയാൻ. കൂടുതൽ ജീവിത സമര കാഴ്ചകൾ ഇടവേളയ്ക്ക് ശേഷം. ഇനി കോക്ടെയിൽ പോകുന്നത് പാലായിലേക്കാണ്. പാലായിൽ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട നേതാവിന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ 84 വയസ്സ് പൂർത്തിയാക്കിയ മാണി സാറിന് അനുയായികളുടെ മനസ്സിൽ ഇപ്പോഴും 44 പ്രായം. മാണി സാറിൻ്റെ 45ാം ജന്മദിനമാണ് 29 ജനുവരി. 44 വർഷം വയസ്സ് പൂർത്തിയാവും. അല്ല, 84, സോറി. ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും മാണി സാറിനെ വേണ്ട ചെറുപ്പമായി കാണാനാണ് ആഗ്രഹം. ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും സാറ് 45 പൊതുപ്രവർത്തനം നമ്മൾ പറഞ്ഞു. 50 വർഷം പാലായിലെ MLA ആയിരുന്നു മാണി സാർ എന്ന കാര്യം പോലും പാലാക്കാർ മറന്നുപോയി കാണണം. അതൊക്കെ മാണി സാറിന്റെ ഒരു ട്രിക്കാണ്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിന്റെ ആഘോഷ കാഴ്ചകൾ കാണാം. 1000 പൂർണ്ണചന്ദ്രനെ കാണുവാനായിട്ടുള്ളൊരു ഭാഗ്യം
എനിക്ക് സിദ്ധിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ ഭാഗ്യം സിദ്ധിക്കുക ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം, ആയുസ് കിട്ടുക എന്ന് പറയുന്നത്. 1000 പൂർണ്ണചന്ദ്രനെ കണ്ടതിന് ശേഷം 84 നിന്നും 85 കടന്നു വന്നിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഇത്രയും ആയുസ് എനിക്ക് നൽകിയ ദൈവത്തിന് ഞാൻ പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദിയോടുകൂടി ഞാൻ ഓർക്കും. എൻ്റെ പാർട്ടിയിലെ എത്രയോ നേതാക്കൾ, അവരൊക്കെ എനിക്ക് എത്രയോ പിന്തുണ നൽകി. ഇന്ന് പാർട്ടിയിലെ പ്രവർത്തകരൊക്കെ എൻ്റെ ഏറ്റവും വലിയ സഹായികളാണ്. ഞങ്ങൾ ഒരുമയോടുകൂടി ഒരു കുടുംബമായി കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നു. ഇന്നത്തെ ദിവസം ആർഭാടങ്ങളൊന്നും വേണ്ട എന്നെൻ്റെ പാർട്ടി തീരുമാനിക്കുകയുണ്ടായി. ഞാൻ ആദ്യമേ പറഞ്ഞു ആർഭാടമൊന്നും വരുത്. പാർട്ടിയിലെ പല പ്രവർത്തകർ പറഞ്ഞു നമുക്ക് വലിയൊരു ആർഭാടം വേണം. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു ആർഭാടമൊന്നും വരുത്, നമുക്ക് പുണ്യപ്രവർത്തനങ്ങളുമായി നമുക്ക് ഇറങ്ങാം, അതാ നല്ലത്. 1000 കേന്ദ്രങ്ങളിൽ പുണ്യപ്രവർത്തനങ്ങൾ നടത്തി പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക. 85ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ മാണി സാറിന് നന്ദി പറയാൻ തോന്നുന്നത് ഭാര്യ കുട്ടിയമ്മയോടാണത്രേ. പക്ഷേ 50 കൊല്ലം തങ്ങളുടെ MLA സഹിച്ച പാലാക്കാരുടെ കാര്യമോ? എൻ്റെ ഭാര്യ കുട്ടിയമ്മയെയും ഞാൻ പ്രത്യേകം ഓർക്കുന്നു. ഇപ്പം ഓർക്കാതെ പോകുന്ന പശുവാണല്ലോ. എൻ്റെ കുട്ടിയമ്മയ്ക്ക് ഞാൻ പദ്ധതികളിൽ പറഞ്ഞ ഒരു പരിഭവമൊന്നുമില്ല. ആദ്യം മനസ്സിലുണ്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ, വീട്ടിലെ കാര്യമൊന്നും നോക്കുന്നില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ കാണാം. സ്ത്രീകളല്ലേ, ഒരു കാര്യവും ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ. എല്ലാ കാര്യങ്ങളും കുട്ടിയമ്മയാണ് നോക്കും. കൃഷിയും നോക്കും, വീട്ടുകാര്യവും നോക്കും, എല്ലാ കാര്യവും നോക്കും, ഞങ്ങളുടെ കാര്യവും നോക്കും. സാധാരണ വീട്ടമ്മമാർക്ക് എത്രയോ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയക്കാരുടെ ഭാര്യമാർ എനിക്ക് മാത്രമാണോ? എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഭാര്യമാരുടെ സഹനം കൊണ്ടല്ലേ, അവരുടെ ത്യാഗമല്ലേ വാസ്തവത്തിൽ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ ഉയർത്തി നിർത്തുന്നത് അവരുടെ ഭാര്യമാരുടെ ത്യാഗമാണ്. ആ കൂട്ടത്തിൽ ചേർത്തുകൊണ്ട് പറയട്ടെ എൻ്റെ ഭാര്യ കുട്ടിയമ്മയുടെ ത്യാഗവും ആ മഹാമനസ്ത്രീയുമാണ് എനിക്ക് എപ്പോഴും ബലമായിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും കുട്ടിയമ്മയുടെ തുടർന്നുള്ള ആ സഹകരണം ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. 85ാം പിറന്നാൾ സംഘടിപ്പിക്കുമ്പോൾ മാണി സാർ തൻ്റെ റിട്ടയർമെന്റ് പ്രഖ്യാപിക്കും എന്ന് ചിന്തിച്ചു കാണണം പാവമണികൾ. ഇല്ല, പാലാക്കാർ ഇനിയും സഹിച്ചേ പറ്റൂ. അതെന്താന്ന് ചോദിച്ചാൽ ഒരാൾ എന്നോട് ചോദിച്ചു, വയസ്സായില്ലേ, പ്രായമായില്ലേ, ഇനി രാഷ്ട്രീയത്തിൽ റിട്ടയർ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റിട്ടയർമെന്റ് ഇല്ല രാഷ്ട്രീയത്തിൽ. MLA MP ആകുന്നല്ലോ രാഷ്ട്രീയം എന്ന് പറയാം, അതാണ് റിട്ടയർമെന്റ് ഉണ്ട്. പക്ഷെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ജനസേവനമാണ്. ആ ജനസേവനത്തിൽ റിട്ടയർമെന്റ് ഇല്ല. അതുകൊണ്ട് ഈ രംഗത്ത് സേവന രംഗത്തേക്കാണ് ഞങ്ങളൊക്കെ വന്നത്. മരിക്കുന്നത് വരെ നിങ്ങൾ സേവന രംഗത്തുണ്ട്. ശേഷം കാഴ്ചകൾ ഇടവേളയ്ക്ക് ശേഷം. നാളെ ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് മോദിജിയുടെ സർക്കാർ. നോട്ട് നിരോധിച്ച് വട്ടം കറക്കിയ ശേഷം നടത്തുന്ന ആദ്യ ബജറ്റ്. റെയിൽവേയും പൊതു ബജറ്റും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഒരു 1.5 ബജറ്റാണത്രേ മോദിജിയുടെ സ്വപ്നം. എന്ത് പ്രഖ്യാപനം ഉണ്ടായാലും ജനങ്ങൾക്ക് പണം കണ്ണാടിക്കുട്ടിൽ കാണുകയല്ലാതെ വേറെന്തു മാർഗം? स्वागत है साथियों आप सबका। 2017 में संसद का आज सत्र आरंभ हो रहा है। राष्ट्रपति जी का उद्बोधन, बजट और काफ़ी लंबे समय तक सत्र के दरमियान अनेक विषयों पर संवाद। पिछले दिनों सभी राजनीतिक दलों के साथ सामूहिक रूप से, वैयक्तिक रूप से लगातार चर्चा हुई है। सत्र का सर्वाधिक उपयोग जनहित के लिए हो, सार्थक चर्चा हो, बजट की भी बारीकी से चर्चा हो। पहली बार बजट 1 फरवरी को हो रहा है. മോദിജിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുകയല്ലാതെ നമുക്ക് വേറെന്തു വഴി? ഇനി സുധീരൻജിയുടെ ആശങ്കകളാണ്. കേരളത്തിലെ പരമരഹസ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാർട്ടിയായ കോൺഗ്രസ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. പാർട്ടി യോഗങ്ങളിൽ നടക്കുന്ന രഹസ്യ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു അത്രേ. അതാണ് ഇപ്പോൾ സുധീരൻ്റെ ഏറ്റവും വലിയ ആശങ്ക. ഈ കഴിഞ്ഞ ദിവസം KPCC യോഗം ചേർന്നിരുന്നു. നിങ്ങൾക്കറിയാം, അത് സംബന്ധിച്ച് ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾ ഇല്ലാത്ത ആ യോഗത്തിൽ നടന്ന ചില കാര്യത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ശ്രീ AK ആൻ്റണിയുമായി ബന്ധപ്പെട്ട് വന്ന ചില അഭിപ്രായങ്ങളെ സംബന്ധിച്ച് ആൻ്റണി പറഞ്ഞത് തെറ്റായ രീതിയിലാണ് പുറത്തു വന്നത്. ആൻ്റണി പറയാത്തതോ ഉദ്ദേശിക്കാത്തതോ ആയ കാര്യങ്ങളാണ് വലിയ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത്. അതേക്കുറിച്ചൊരു അന്ന് വൈകുന്നേരം തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു തിരുത്ത് കൊടുത്തിരുന്നു. പക്ഷേ എങ്കിലും കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഇത്രയ്ക്ക് രഹസ്യാത്മകമായിരുന്നു ഈ KPCC ചർച്ചകളെന്ന് ഇതുവരെ കരുതിയിരുന്നില്ല. എനിക്ക് നിങ്ങളോടൊരിക്കൽ നിങ്ങളുടെ നിർദ്ദേശം ക്ഷണിക്കുകയാണ്. കാരണം ഇതിനകത്തൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇതുപോലൊരു പാർട്ടി യോഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നേരിട്ട്
ബന്ധപ്പെടാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് വാർത്തകൾ ആരെങ്കിലും ഏതെങ്കിലും തലത്തിൽ നിന്ന് കിട്ടിയാൽ അതിൻ്റെ ഞങ്ങളുടെ റിക്വസ്റ്റ് ഉത്തരവാദപ്പെട്ട ആളുകളോട് ഒന്ന് ചോദിച്ചൊന്ന് വെരിഫൈ ചെയ്യുന്നത് അത് ഏറ്റവും ഉചിതമായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ രഹസ്യം ചോരാതിരിക്കാൻ സുധീരൻജി തന്നെ ഒരു പോംവഴി പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഒരൊറ്റ മാർഗ്ഗം എന്ന് പറയുന്നത് പാർട്ടി യോഗങ്ങളിൽ മാധ്യമപ്രവർത്തകരെ കൂടി പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഒരു പോംവഴി. ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അത് ഉദ്ദേശിച്ചതാണ്. അപ്പോഴാണ് നമ്മുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത് അത് വേണ്ട അങ്ങനെ വരുന്നതൊരു ശരി. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മളൊരു പൊതു ആഹ്വാനമാണ് ഉദ്ദേശിച്ചത്. പൊതു നേതാക്കൾ സംസാരിക്കുക, പ്രമേയങ്ങൾ പാസ്സാക്കുക എന്നല്ലാതെ ചർച്ച ഉദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ത്രൂ ഔട്ട് മാധ്യമപ്രവർത്തകർ ഇരിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ പിന്നീടാണ് അങ്ങനെ ഒരു രീതി വേണോ എന്ന് ചില ചോദിച്ചപ്പോഴാണ് അത് ഒഴിവാക്കിയത്. പിന്നൊരു മാർഗമുള്ളത് ഒഫീഷ്യലായിട്ടുള്ള ബ്രീഫിങ്ങിൽ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഹ്രസ്വമായിട്ടാണെങ്കിലും പറയുന്നതായിരിക്കും ഉചിതം. അല്ലാതെ ഇങ്ങനെ വന്നാൽ എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും? ഒരിക്കൽ യോഗത്തിൽ പങ്കെടുക്കാത്ത നേതാവിനെ വെച്ചുവരെ ഈ മാധ്യമങ്ങൾ വാർത്ത ചമച്ചുവത്രേ. പാവം കോൺഗ്രസിനോട് മാത്രമല്ലേ ഈ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ പരാക്രമം കാണിക്കാൻ പറ്റൂ? തന്നെയല്ല, ഒരിക്കൽ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത ഒരാൾ ചർച്ചയിൽ പങ്കെടുത്ത് വിമർശിച്ചു എന്നും പറഞ്ഞ് വാർത്ത കൊടുത്തിരുന്നു. AT ജോർജ്, നമ്മുടെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന KPCC യോഗത്തിൽ അന്ന് AT ജോർജ് പങ്കെടുത്തിരുന്നില്ല. ആ സമയത്ത് അദ്ദേഹം വിമർശിച്ചെന്ന് വാർത്ത കൊടുത്തത് ഞാനന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു സഹകരണം ഈ കാര്യത്തിൽ വേണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ട് ഞങ്ങളത് ആലോചിക്കാവുന്നു.